Hello friends, welcome back to my channel. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അയർലൻഡിലേക്ക് കെയറർ വിസയിൽ വരാനിരിക്കുന്നവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസായിട്ടാണ്. അതേപോലെ തന്നെ ഇനി ഫാമിലി റീയൂണിഫിക്കേഷൻ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യാനിരിക്കുന്നവർക്കും ഒരു ഹാപ്പി ന്യൂസായിട്ടാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇത് റിലേറ്റഡ് ആയിട്ട് ചെയ്തതാണ്, പക്ഷേ പലർക്കും അത് ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ചേഞ്ചസോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. ഞാനത് ഉറപ്പായിട്ടും കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയൊരു ഇൻഫോർമേഷനാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അയർലൻഡിലെ ഫാമിലി റീയൂണിഫിക്കേഷൻ പോളിസിയിലുള്ള ന്യൂ ചേഞ്ചസ് വന്നത് 26 നവംബറിനാണ്. അപ്പം അതിനുശേഷമുള്ള ആപ്ലിക്കേഷൻസിലായിരിക്കും ചേഞ്ചസ് വരുന്നത്. അതിന് മുന്നേ ഉള്ളതുവരെ നേരത്തെ എന്തായിരുന്നു പ്രോസസ്സിങ് ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ദീസ് റൂൾസ് അപ്ലൈ ടു സ്പൗസസ്, ചിൽഡ്രൻ, അഡൽട്ട് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് പേരൻസ്. നിങ്ങളുടെ സ്പൗസ് ഓർ പാർട്ട്ണർ അയർലൻഡിൽ ജനറൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനെയാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടുവരുന്നതിന് 30K യൂറോ ഗ്രോസ് ഇൻകം ഇയർലി ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. അതിനുവേണ്ടി അവർ അയർലൻഡിൽ വന്ന് 1 ഇയർ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ 2 ഇയർ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പോൾ 1 ഇയർ വർക്ക് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ഇയറിന് ശേഷം അപ്ലൈ ചെയ്താലും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഇപ്പോൾ ആ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയർലൻഡിൽ കെയർ വിസയിൽ 1 ഇയർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജനറൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് 30K യൂറോ ഗ്രോസ് പെർ ഇയർ സാലറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല. 1 ഇയർ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി കുട്ടികളുള്ളവരാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരുന്നതിന് കുറച്ചുകൂടെ എമൗണ്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുട്ടിക്ക് ഇത്ര, 2 കുട്ടികൾക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. Minor children, new official thresholds: 1 child 36,660 euro net or 44,300 euro gross, 2 children 41,912 euro net or 54,200 euro gross, 3 children 47,164 euro net or 64,200 euro gross, 4 children 51,896 euro net or 73,400 euro gross, 5 children 58,448 euro net or 87,100 euro gross. Larger families follow the same progression in the full table. ഡിപ്പെൻഡൻറ്റ് പേരൻസ് അല്ലെങ്കിൽ അഡൽട്ട് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും നിങ്ങൾ എമൗണ്ട് കാണിക്കേണ്ടത്. സോ അത് കുറച്ച് ഹയർ എമൗണ്ട് ആണ്. അത് എല്ലാവർക്കും പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നാലും സ്പൗസിനെ കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ട്. ചിൽഡ്രൻ ഏജ്ഡ് 16 to 18 പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. പിന്നെ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൻ്റെ ആവശ്യമില്ല. അതേപോലെ വന്നിരിക്കുന്ന ഒരു ചേഞ്ച്, വെൻ ദ സ്പോൺസർ ബിക്കം ആൻ ഐറിഷ് സിറ്റിസൺ, ഫാമിലി മെമ്പേഴ്സിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാമ്പ് ഫോറിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അക്കോമഡേഷൻ ചെക്സ് ആൻഡ് ആപ്ലിക്കേഷൻ ഫീ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ് സൂൺ. അതേപോലെ തന്നെ ഫോൾസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 26 നവംബർ 2025 മുന്നേ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ പ്രീവിയസ് റൂൾസ് വെച്ച് തന്നെ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ആപ്ലിക്കേഷൻസിനാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. അതേപോലെ പലരുടെയും ഡൗട്ടാണ്, നഴ്സസ് വരുന്നത് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിലാണ്. അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നിട്ടുണ്ടോ എന്ന്. അവർക്ക് ഒരു ചേഞ്ചസും വന്നിട്ടില്ല. നിങ്ങൾ വന്ന് ഡ്യൂട്ടിക്ക് കയറി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരാനുള്ള പേപ്പർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വൺസ് വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്. അല്ലാതെ അതിൽ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂ റൂൾസ്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതേപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഇതിൽ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.